ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു മട്ടൻ കറി വെച്ചാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരെ പോയി തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മട്ടൻ മേടിച്ചു. ഒരു 3/4 കിലോ ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്യണം. അത് വാഷ് ചെയ്ത് നമുക്ക് വെള്ളം പോകാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലി, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഒരു ബൗളിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ആ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് പുരട്ടി വെക്കുക. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 വലിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പൊടികളായിട്ട് മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടിയും, കൂടാതെ കുറച്ച് വിനാഗിരി, 2 സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 2-ാമത്തെയും 3-ാമത്തെയും പാല്, കൂടാതെ തേങ്ങയുടെ 1-ാമത്തെ പാലും. എന്നിട്ട് നമുക്ക് കുറച്ച് സവാള നീളത്തിലരിയുക. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് നേരെ ഗ്യാസ് അടുപ്പിലേക്ക് കത്തിച്ച് ഒരു കുക്കർ അങ്ങോട്ട് വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ആ തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളർ വരുന്ന സമയം നോക്കിയിട്ട് നമുക്ക് അത് കോരി മാറ്റി വെക്കാവുന്നതാണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണേ. അത് കഴിഞ്ഞ് ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ടിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വേപ്പില അങ്ങ് ഇടാം. എന്നിട്ട് 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ആ സവാള നമുക്ക് മുഴുവനായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ സവാള ഇട്ട് കഴിയുമ്പോൾ തന്നെ ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടുമെന്നാണ് പറയുന്നത്. സവാള നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ആ സമയത്ത് ഒരു സൗണ്ട് കേട്ട് നോക്കുമ്പോഴാണതേ നമ്മുടെ റോബോ അവിടെ പണിയെടുക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്കിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് 3-ാമത്തെ പാലും 2-ാമത്തെ പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാലാണിത്. അതൊഴിച്ചൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വാടി വരുന്ന നല്ലോണം വാടി കഴിഞ്ഞിട്ട് ഇടാൻ പാടില്ല. അപ്പോൾ സവാള നന്നായിട്ട് വാടി വരുന്നതിലേക്ക് ഈ പൊടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അങ്ങ് മൂത്തോളും. എന്നിട്ട് നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മട്ടൻ അങ്ങ് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് വിനാഗിരി അതിനൊക്കെ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ ആയി വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേന് തീ നമുക്ക് കുറക്കാം. അതിനുശേഷം 2-ാമത്തെയും 3-ാമത്തെയും കൂടി പാല് നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം കുക്കർ അങ്ങോട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളിവിടെ വരുന്നത് 4 വിസിലാണ്. പക്ഷേ മട്ടൻ്റെ മൂപ്പും കുക്കറിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ വിസിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കാം. ഒന്നുകൂടി ഒന്ന് തീ കത്തിച്ചതിന് ശേഷം കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഉപ്പോ മസാല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് തിള വരുമ്പോൾ നമ്മുടെ ആ 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവസാനമായിട്ട് ആ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. സംഭവം റെഡി. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.